ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പെയറിൻ്റെ SCRT ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജിയിലെ ഒരു ഭാഗമാണ്. അറിവിൻ്റെ ജാലകങ്ങൾ എന്ന 5ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അറിവ് ലഭിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് അല്ലേ. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസും കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ ചെമ്മന്നം ചാക്കോ എഴുതിയ ഒരു കവിത തന്നിട്ടുണ്ട്. മാനത്തിൽ ചന്ദ്രനുണ്ടെന്ന് ചൊന്നതാരൻ്റെ കൺമണി എന്ന പ്രശസ്തമായിട്ടുള്ളൊരു പാട്ടാണ്. അപ്പോൾ ഇവിടെയെല്ലാം മാനത്ത് ചന്ദ്രനുണ്ട്, അത് കാണുന്നത് കണ്ണുകൊണ്ടാണ്. കുയിൽ കൂകുന്നു അല്ലേ, അത് നമ്മൾ കേൾക്കുകയാണ് അല്ലേ, ചെവി കൊണ്ട് കേൾക്കുകയാണ്. ദെൻ മുല്ലമൊട്ടിലെ സുഗന്ധം, അത് നമുക്ക് മൂക്കിലൂടെ കിട്ടുകയാണ്. ഇനി കാറ്റിൻ്റെ ആ ഒരു തണുപ്പ്, അത് നമുക്ക് ത്വക്കിലൂടെ കിട്ടുന്നതാണ്. ദെൻ തേനിൻ്റെ മധുരം, അത് നമുക്ക് നാവ് കൊണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളുടെ എല്ലാ ഗുണവിശേഷണങ്ങൾ ഈ കവിതയിൽ വന്നിട്ടുണ്ട്. ഞാനതിൽ ഓരോ വരിയും വായിക്കുന്നില്ല. വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കവിതയാണ്. ഈ കവിത ചെമ്മന്നം ചാക്കോ എഴുതിയതാണ്. ഈ മനോഹരമായിട്ടുള്ള കവിത പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പാഠഭാഗത്തിലേക്ക് നമ്മൾ എത്തുന്നത്. കണ്ണും കാതും മൂക്കും എല്ലാം തുറന്നു വെച്ചപ്പോൾ പ്രകൃതിയെക്കുറിച്ച് എത്രയെത്ര കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ. ഇതുപോലെ മറ്റു ജീവികളും ചുറ്റുപാടുകളെക്കുറിച്ച് അറിയുന്നില്ലേ. അടുക്കളയിലും മറ്റും ആഹാരം തേടിയെത്തുന്ന ഉറുമ്പുകളെ നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടാവും. എങ്ങനെയാണ് അവയ്ക്ക് ആഹാരത്തെക്കുറിച്ച് അറിവ് ലഭിക്കുന്നത്? കോഴിക്കുഞ്ഞിനെ റാഞ്ചിയെടുക്കുന്ന പരുന്തിനെ കണ്ടിട്ടില്ലേ? വളരെ ഉയരത്തിൽ നിന്ന് തൻ്റെ ഇരയെ അത് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അതിൻ്റെയൊക്കെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ദെൻ ഉറങ്ങുന്ന നായയുടെ സമീപത്ത് കൂടി ശബ്ദമുണ്ടാക്കാതെ നടന്നാൽ പോലും അത് ചെവി ഉയർത്തിപ്പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭക്ഷണം മണത്തറിയാനും ഇരയെ തിരിച്ചറിയാനും വളരെ ചെറിയ ശബ്ദം പോലും കേൾക്കാനും എങ്ങനെയാണ് ജീവികൾക്ക് കഴിയുന്നത്? ഈ അറിവുകൾ നേടുന്നതിന് അവയെ സഹായിക്കുന്ന അവയവങ്ങൾ ഏതെല്ലാമാണ്? ചുരുക്കി പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന ആ ഒരു ടോപ്പിക്കിലേക്ക് കുട്ടികളുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ആദ്യം കണ്ണിലേക്ക് വരാം. കണ്ണ് നൽകുന്ന വിവരങ്ങൾ. അവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മരമാണെന്നും ഏത് മരമാണെന്നും എത്ര ദൂരമാണ്, എത്ര ഉയരം, എത്ര വണ്ണം, നിറം, ഇലകളുടെ ആകൃതിയൊക്കെ മനസ്സിലാവുന്നുണ്ട് അല്ലേ. സോ നാം നേടുന്ന അറിവുകളിൽ ഏറിയ പങ്കും ലഭിക്കുന്നത് കാഴ്ചയിലൂടെയാണ്. കാഴ്ചയിലൂടെയാണ്. കാഴ്ച സാധ്യമാക്കുന്നതിന് നമ്മെ സഹായിക്കുന്നത് കണ്ണിലെ ഭാഗങ്ങളാണ്. കണ്ണിലെ ഏതൊക്കെ ഭാഗങ്ങളാണെന്ന് നമുക്ക് പഠിക്കണം. അപ്പോൾ തൊട്ടടുത്ത കുട്ടിയുടെ കണ്ണിലേക്ക് നോക്കൂ. അപ്പോൾ കണ്ണിൽ എന്തെല്ലാം ഉണ്ടെന്ന് നോക്കൂ. കൺപോളകളുണ്ട് അല്ലെ, കൺപോളയുണ്ട്, കൺപീലിയുണ്ട്, കൃഷ്ണമണിയുണ്ട് അല്ലേ. ഇതൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതല്ലാതെയും കാര്യങ്ങളുണ്ട്. സോ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഒരു പരീക്ഷണത്തിലൂടെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു ചിത്രം കണ്ടില്ലേ, ഒരു കുട്ടി ലെൻസ് വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. മെഴുകുതിരിക്ക് പ്രകാശത്തിന് നേരെ കാണിക്കുന്നു. അപ്പോൾ ചുവരിൽ അതിൻ്റെ ഒരു തല കീഴായിട്ടുള്ളൊരു ബിംബം കാണുന്നു. ചിത്രത്തിൽ കാണുന്നത് പോലെ ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് വിവിധ വസ്തുക്കളുടെ പ്രതിബിംബം ക്ലാസ്സിലെ ചുമരിലൊന്ന് പതിപ്പിച്ചു നോക്കൂ. ചുമരിൽ കാണുന്ന പ്രതിബിംബത്തിന് എന്തെല്ലാം പ്രത്യേകതകളുണ്ട്? ഇപ്പോൾ ഇവിടെ തല കീഴായതാണ് അല്ലേ. ദെൻ അതിനേക്കാൾ കുറച്ചുകൂടി ചെറുതാണ്. അതൊക്കെ നമ്മൾ ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കാം. നമ്മുടെ കണ്ണിലും ഇതുപോലൊരു ലെൻസ് ഉണ്ട്. ഈ ലെൻസും നാം കാണുന്ന വസ്തുക്കളുടെ തല കീഴായ പ്രതിബിംബം കണ്ണിലുണ്ടാക്കുന്നു. അപ്പോൾ കണ്ണിൽ ലെൻസ് ഉണ്ട്. ആ ലെൻസ് തല കീഴായിട്ടുള്ള പ്രതിബിംബമാണ് നമ്മുടെ കണ്ണിലുണ്ടാക്കുന്നത്. നാം ചെയ്ത പരീക്ഷണത്തിൽ ഭിത്തിയിലല്ലേ പ്രതിബിംബം പതിഞ്ഞത്, എന്നാൽ കണ്ണിൽ റെറ്റിന എന്ന സ്ക്രീനിലാണ് ഈ പ്രതിബിംബം തല കീഴായി പതിക്കുന്നത്. അപ്പോൾ ഇതാണ് റെറ്റിന, കണ്ടില്ലേ. ഇത് യഥാർത്ഥ ഒരു ചിത്രമാണ്. ഒരു റോസാപ്പൂ കാണുന്ന സമയത്ത് അതിൻ്റെ തല കീഴായിട്ടുള്ള ഒരു ചിത്രം വന്ന് പതിയുന്നത് റെറ്റിനയിലാണ്. അപ്പോൾ നമ്മൾ കാണുന്ന ചിത്രങ്ങൾ വന്ന് പതിയുന്നത് റെറ്റിനയിലാണ്. റെറ്റിന. നേത്രനാഡികൾ ഈ സന്ദേശത്തെ തലച്ചോറിൽ എത്തിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സംഗതി എത്തിയിട്ടുണ്ടെന്നുള്ള മെസ്സേജ് നമ്മുടെ ന്യൂറോൺസ്, നേത്രനാഡികൾ തലച്ചോറിന് കൊടുക്കുന്നു. തലച്ചോറ് വസ്തുവിൻ്റെ യഥാർത്ഥവും നിവർന്നതുമായിട്ടുള്ള കാഴ്ച സാധ്യമാക്കുന്നു. അപ്പോൾ തലച്ചോറാണ് ഈ ഇമേജിനെ നേരെ നിവർന്നതായിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ അല്ലേ. ദെൻ ആ ലെൻസിൻ്റെ കാര്യം ഞാനിവിടെ പറഞ്ഞില്ല. ലെൻസ് നമ്മളിനി പഠിക്കാം. നമുക്കിപ്പോൾ കണ്ണിൻ്റെ കാര്യം പഠിക്കാം. ഇനി 2 കണ്ണുകൾ എന്തിനാണ്? 2 കണ്ണുകൾ ഈ ഒരു പ്രവർത്തനം ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. കൂട്ടുകാരൻ്റെ കയ്യിലുള്ള പേനയിൽ നിങ്ങൾ ടോപ്പ് ഇടാൻ ശ്രമിക്കുന്നു. മുകളിലേക്ക് ഇറങ്ങിയ പന്ത് വീഴുമ്പോൾ പിടിക്കാൻ ശ്രമിക്കുന്നു.
2 കണ്ണുകൾ തുറന്നും ഓരോ കണ്ണ് വീതം അടച്ചും ഈ പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കൂ. അപ്പോൾ അവിടെ വ്യത്യാസം വരും. കാരണം ഒരു കണ്ണ് കൊണ്ട് അടയ്ക്കുന്ന സമയത്ത്, ഒരു കണ്ണ് അടച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡിസ്റ്റൻസ്, ആ ഒരു പൊസിഷനിൽ ചെറിയ മാറ്റം നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ 2 കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെ ദ്വിനേത്ര ദർശനം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ 2 കണ്ണും ഉപയോഗിച്ച് ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ചാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഇത് ബൈനോക്കുലർ വിഷനാണ്, അഥവാ ദ്വിനേത്ര ദർശനം എന്ന് പറയുന്നു. ഇതുമൂലം വസ്തുക്കളുടെ അകലം, സ്ഥാനം എന്നിവ നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയുന്നു. അപ്പോൾ ദ്വിനേത്ര ദർശനം ഉള്ളത് കൊണ്ടാണ് നമുക്ക് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയുന്നത്. ഒരു കണ്ണടച്ച് മുൻ പ്രവർത്തനങ്ങൾ ചെയ്തപ്പോൾ പ്രയാസം അനുഭവപ്പെട്ടതില്ലേ? അതിൻ്റെ കാരണം നമുക്ക് കൃത്യമായിട്ട് വസ്തുവിൻ്റെ അകലവും സ്ഥാനവും തിരിച്ചറിയണമെങ്കിൽ 2 കണ്ണും ഉപയോഗിച്ച് കണ്ടേ മതിയാവുകയുള്ളൂ. ഇനിയും കണ്ണിന് എന്തൊക്കെ തിരിച്ചറിയാൻ കഴിയും? നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നു. 3D അതായത് ത്രിമാനം, നീളം, വീതി, ഉയരം, കനം, അകലം എന്നിവയൊക്കെ തിരിച്ചറിയാൻ കഴിയുന്നു എന്നത് കണ്ണിൻ്റെ പ്രത്യേകതയാണ്. ഇനി കാഴ്ചയില്ലാത്തവരുടെ ലോകം. അപ്പോൾ കണ്ണിൻ്റെ പ്രത്യേകത പറഞ്ഞു. അപ്പോൾ കാഴ്ചയില്ലാത്തവരെ കുറിച്ച് നമുക്ക് പറയണം. എന്നിത് കുറച്ച് സ്പീഡിൽ പോകുന്നത്, ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ഇനിയും വലിയ വലിയ ക്ലാസ്സുകളിലേക്ക് വരുന്നതേ ഉള്ളൂ. സോ കാഴ്ചയില്ലാത്തവരുടെ ലോകം. കാഴ്ചയുടെ സുന്ദര ലോകമല്ലേ കണ്ണുകൾ നമുക്ക് തുറന്നു തരുന്നത്. ഇനി അല്പനേരം കണ്ണുകൾ അടച്ച് ഇരുന്ന് നോക്കൂ. എന്താണ് നിങ്ങളുടെ അനുഭവം? പൂർണ്ണമായും കാഴ്ചയില്ലാത്തവരുടെ അവസ്ഥ എന്തായിരിക്കും? ഇവർ ചുറ്റുപാടുകളെ എങ്ങനെ മനസ്സിലാക്കുന്നത്? അപ്പോൾ അവർ ശബ്ദം കേട്ട് ആളുകളെ തിരിച്ചറിയുന്നു, തൊട്ട് നോക്കി കറൻസി നോട്ടുകളും നാണയങ്ങളും തിരിച്ചറിയുന്നു. ഇതാണ് കാഴ്ചാ പരിമിതിയുള്ള ആളുകൾ ചെയ്യുന്നത്. അപ്പോൾ കാഴ്ചാ പരിമിതിയുള്ള ആളുകളെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ്. സ്കൂളിൽ അത്തരം കുട്ടികളുണ്ടെങ്കിൽ അത് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾക്കൊരു അവബോധം കൊടുക്കുന്നുണ്ട്. ഇതിനോട് ഒരു പിക്ചർ കണ്ടില്ലേ? ഇതൊരു അന്ധനായ ഒരു മനുഷ്യനാണ്, കാഴ്ചാ പരിമിതിയുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു വടി നിലത്ത് കുത്തിയിട്ടാണ് ആരെങ്കിലും മുന്നിലുണ്ടോ, തടസ്സങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതൊരു വെള്ള കളർ വടിയാണ് അല്ലേ? ഇതിന് പറയുന്ന പേരാണ് വൈറ്റ് കെയിൻ. വൈറ്റ് എന്നാൽ വെള്ള, കെയിൻ എന്ന് പറഞ്ഞാൽ വടി എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് പദമാണ് കെയിൻ. വൈറ്റ് കെയിൻ, വെള്ള വടി എന്നാണ് അതിൻ്റെ അർത്ഥം. കാഴ്ചാ പരിമിതിയുള്ള ആളുകൾ സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടിയാണ് വൈറ്റ് കെയിൻ. ഇത് ഭാരം കുറഞ്ഞ പൊള്ളയായ ഒരു അലൂമിനിയം ദണ്ഡാണ്. അപ്പോൾ ഭാരം കുറഞ്ഞ, അകത്തൊന്നുമില്ലാത്ത പൊള്ളയായിട്ടുള്ള ഒരു അലൂമിനിയം ദണ്ഡാണ്. വടിയുടെ അടിയിൽ പിടിപ്പിച്ചിട്ടുള്ള ലോഹഭാഗം വസ്തുക്കളിൽ തട്ടിയുണ്ടാകുന്ന ശബ്ദത്തിൽ നിന്ന് വഴിയിലെ തടസ്സം തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ തട്ടുന്ന സമയത്ത് അതിലൊരു ശബ്ദം കേൾക്കില്ല, അപ്പോൾ മനസ്സിലാകും അവിടെ എന്തെങ്കിലും ഉണ്ട് എന്നുള്ളത്. വൈറ്റ് കെയിൻ ഉപയോഗിക്കുന്നത് വഴി അന്ധരെ മറ്റുള്ളവർക്ക് തിരിച്ചറിയാനും അവരെ സഹായിക്കാനും കഴിയുന്നു. അപ്പോൾ ഒരാളിങ്ങനെ വടി കയ്യിൽ പിടിച്ചു പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് കാഴ്ചയിൽ പ്രശ്നമുണ്ടെന്ന് കാണുന്ന ആൾക്ക് മനസ്സിലാകുന്നു. അയാളത് സഹായിക്കാനും മറ്റുള്ള ആളുകൾ സഹായിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇനി ഇന്ത്യയുടെ ഭൂപടം നമുക്ക് കണ്ടുപഠിക്കാനാകും. എന്നാൽ കണ്ണ് കാണാത്തവർക്കായി ഭൂപടങ്ങളിൽ എന്ത് മാറ്റമാണ് നമുക്ക് ചെയ്യാൻ കഴിയുക? സംസ്ഥാന അതിർത്തികൾ, പർവ്വതങ്ങൾ, നദികൾ എന്നിവ തൊട്ടറിയാൻ എന്തെങ്കിലും ചെയ്തു കൊടുത്തൂടെ? അപ്പോൾ പശയിൽ മുക്കിയ നൂലും മണലും ഉപയോഗിച്ച് സ്പർശിച്ചറിയാവുന്ന ഭൂപടങ്ങൾ നമുക്കുണ്ടാക്കാൻ കഴിയും. ഇത്തരം മാപ്പുകൾക്ക് പറയുന്ന പേര് എംബോസ്ഡ് മാപ്പാണ്. എംബോസ്ഡ് മാപ്പ്. അപ്പോൾ കാഴ്ചാ പരിമിതിയുള്ള ആളുകൾക്ക് തൊട്ട് തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള മാപ്പുകൾക്കാണ് എംബോസ്ഡ് മാപ്പ്. അപ്പോൾ അവിടെ തൊട്ടാൽ അത് ഇന്ന പ്രദേശമാണ്, ഇന്ന അതിർത്തിയാണ്, അല്ലെങ്കിൽ ഇന്ന ഭൂപ്രകൃതിയാണ് എന്ന് മനസ്സിലാക്കുന്ന രീതിയിലാണ് നമ്മളത് നിർമ്മിക്കാറ്. ദെൻ ഇത്തരത്തിലുള്ള ആളുകളെ സഹായിക്കാൻ നമുക്ക് എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കെയിൻ, വെള്ളവടി. ദെൻ ബ്രെയിൻ ലിപി, അവർക്ക് വേണ്ടിയുള്ള ലിപിയാണ്, അതിനെക്കുറിച്ച് നമ്മളിവിടെ പറയും. ദെൻ ടാക്റ്റൈൽ വാച്ച്, സമയം തൊട്ട് മനസ്സിലാക്കുന്ന വാച്ചുകളാണ് ടാക്റ്റൈൽ വാച്ച്. നിങ്ങൾ ചില സിനിമകളിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അന്ധരായ ആളുകൾ വന്നിട്ട് വാച്ചിൽ തൊട്ട് നോക്കിയിട്ട് സമയം പറയുക. അതേപോലെ ടോക്കിംഗ് വാച്ച്, ഇപ്പോൾ തൊടേണ്ട ആവശ്യമില്ല, വാച്ച് തന്നെ സമയം പറയുക അല്ലെ, ഒരു ബട്ടൺ അമർത്തിയാൽ മതി. ദെൻ ബ്രെയിൻ ലിപി, അന്ധരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായമാണിത്. കട്ടിയുള്ള കടലാസിൽ തൊട്ടറിയുന്ന വിധം ഉയർന്നു നിൽക്കുന്ന കുത്തുകൾ വഴിയാണ് അക്ഷരങ്ങൾ ഈ രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഫ്രഞ്ചുകാരനായ ലൂയിസ് ബ്രെയിൽ ആണ് ഈ രീതി വികസിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് ലൂയിസ് ബ്രെയിൽ. അപ്പോൾ ലൂയിസ് ബ്രെയിലാണ് ഈ ഒരു രീതി വികസിപ്പിച്ചത്. ദെൻ നേത്രദാനം, കണ്ണിനുണ്ടാകുന്ന പല വൈകല്യങ്ങളും അന്ധതയ്ക്ക് കാരണമാകും. അപ്പോൾ പല വൈകല്യങ്ങൾ കാരണവും അന്ധതയുണ്ടാകും. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇവയിൽ ചില വൈകല്യങ്ങൾ നേത്രഭാഗങ്ങൾ വെക്കുന്നതിലൂടെ പരിഹരിക്കാം. അപ്പോൾ ചില പരിമിതികൾ നേത്രഭാഗങ്ങൾ മാറ്റിവെച്ചാൽ പരിഹരിക്കാൻ പറ്റും. കാഴ്ചയുള്ള വ്യക്തിയുടെ നേത്രഭാഗങ്ങൾ മരണശേഷം മറ്റൊരാൾക്ക് നൽകുന്നതാണ് നേത്രദാനം. അപ്പോൾ നല്ല കാഴ്ചയുള്ള ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിശ്ചിത സമയത്തിന് മുന്നേ നമുക്കത് നീക്കം ചെയ്ത് മറ്റൊരാളിലേക്ക് വെക്കാൻ കഴിയും. അപ്പം ഇങ്ങനെ ചെയ്യണമെങ്കിൽ ബന്ധപ്പെട്ട ആളുകളുടെ സമ്മതപത്രമൊക്കെ
വേണ്ടി വരും. നേത്രദാനത്തെക്കുറിച്ച് ബോധവൽക്കരണം ചെയ്യുന്ന ഒരു പോസ്റ്ററൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി കണ്ണുകൾ സംരക്ഷിക്കുക. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കണ്ണിനെ സംരക്ഷിക്കേണ്ടത്? കണ്ണിൻ്റെ പ്രാധാന്യം മനസ്സിലായില്ലേ? അപ്പോൾ കണ്ണിൽ പൊടി വീണാൽ ഊതുകയോ തിരുമുകയോ ചെയ്യരുത്. തണുത്ത വെള്ളം കൊണ്ട് കഴുകിക്കളയണം. മങ്ങിയ പ്രകാശത്തിലോ തീവ്ര പ്രകാശത്തിലോ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ വായിക്കരുത്. ഇതൊക്കെ നമ്മളിപ്പോൾ ഫോണിൽ നോക്കുന്നതൊക്കെ ഇതിൻ്റെ തുല്യമാണ്. TV കാണുമ്പോൾ നിശ്ചിത അകലം പാലിക്കണം. മുറിയിൽ ആവശ്യത്തിന് വെളിച്ചം ഉണ്ടാകണം. രാസവസ്തുക്കൾ കണ്ണിൽ വീഴാതെ സൂക്ഷിക്കണം. കളിക്കുമ്പോൾ കൂർത്ത വസ്തുക്കൾ കണ്ണിൽ കൊള്ളാതെ നോക്കണം. അപ്പോൾ അത് കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞ കാര്യമാണ്. നമുക്കതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. ഇനി കുറച്ച് ജീവികളുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. ആദ്യം ഇവിടെ ഒരു മരയോന്തിനെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, മരയോന്ത്. ഇതാണ് മരയോന്ത് കേട്ടോ. മറ്റു ജീവികളുടേതിൽ നിന്നും വ്യത്യസ്തമായ ഒന്നാണ് മരയോന്തിൻ്റെ കണ്ണ്. അവയ്ക്ക് ഒരേ സമയം കണ്ണുകളെ 2 വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് വ്യത്യസ്ത കാഴ്ചകൾ കാണാൻ കഴിയും. ഒരേ സമയം കാണാൻ കഴിയും. ഒരു കണ്ണ് ഇവിടെയും ഒരു കണ്ണ് മറുവശത്തുമാണ്. അപ്പോൾ ഒരേ സമയം തന്നെ 2 ദിക്കിലെയും കാഴ്ചകൾ കാണാൻ കഴിയും. അല്ലേ, വളരെ രസകരമാണ് അല്ലേ? സോ മരയോന്തിൻ്റെ പ്രത്യേകതയാണ് ഒരേ സമയം കണ്ണുകളെ 2 വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് വ്യത്യസ്ത കാഴ്ചകൾ ഒരേ സമയം കാണാൻ കഴിയും. ഇനി മൂങ്ങയ്ക്ക് തലയുടെ നേരെ മുൻഭാഗത്തായി വലിയ 2 കണ്ണുകളാണുള്ളത്. തല പിറകോട്ട് തിരിച്ച് പിറകിലെ കാഴ്ചകൾ കാണാനും ഇവയ്ക്ക് സാധിക്കും. അപ്പോൾ തല നന്നായിട്ട് പുറകിലോട്ട് തിരിക്കാൻ പറ്റും. നമുക്ക് ഒരു വശത്തേക്ക് തിരിക്കാൻ കഴിയൂ, നേരെ പുറകു ഭാഗത്തേക്ക് തിരിക്കാൻ കഴിയില്ല. പക്ഷെ മൂങ്ങയ്ക്ക് അത് കഴിയും. അപ്പോൾ പുറകിലെ കാഴ്ചകൾ കാണാൻ കഴിയും എന്നാണ് മൂങ്ങയുടെ പ്രത്യേകത. കണ്ടില്ലേ? ദെൻ പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയതും രാത്രിയിൽ പരമാവധി വികസിച്ചും കാണപ്പെടുന്നു. അപ്പോൾ പൂച്ചയുടെ കൃഷ്ണമണികൾ പകൽ വെളിച്ചത്തിൽ ചുരുങ്ങുന്നു, രാത്രി പരമാവധി വികസിക്കുന്നു. നേരിയ പ്രകാശത്തെ പോലും ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. അപ്പോൾ നേരിയ പ്രകാശത്തിൽ പോലും പൂച്ചയ്ക്ക് കാണാൻ കഴിയുന്നു. അതിനാൽ മങ്ങിയ പ്രകാശത്തിലും ഇവയ്ക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ പൂച്ചയുടെ പ്രത്യേകത മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ കഴിയുന്നു. അതുകൊണ്ടാണ് ഈ ഹൊറർ ഫിലിംസിലൊക്കെ പൂച്ചകളെ ഉപയോഗിക്കുന്നത് കേട്ടോ. കണ്ണടച്ചാലും അറിയും. നമ്മൾ 1 മിനിറ്റ് കണ്ണടച്ച് നിശബ്ദരായിരിക്കും. എന്തെല്ലാം ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയുന്നു? വളരെ ദൂരെയുള്ള ശബ്ദങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് അല്ലേ? മറ്റു ക്ലാസ്സിലെ കൂട്ടുകാരുടെ ശബ്ദം, അത് ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നു. അപ്പോൾ കണ്ണ് കഴിഞ്ഞാൽ പിന്നെ വളരെ പ്രധാനമായിട്ട് വരുന്നത് ചെവിയാണ്. നാം കാണുന്നത് ചെവിയുടെ പുറമേയുള്ള ചെവിക്കുട മാത്രമാണ്. ഈ ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഇത് ചെവിക്കുടയാണ് കേട്ടോ. ഇത് ചെവിക്കുടയാണ്. ശബ്ദത്തെ ശേഖരിച്ച് ചെവിക്കുള്ളിലേക്ക് എത്തിക്കലാണ് ചെവിക്കുട ചെയ്യുന്നത്. അപ്പോൾ ശബ്ദങ്ങളെ സ്റ്റോർ ചെയ്തിട്ട് അകത്തേക്ക് കടത്തി വിടുക എന്നുള്ളതാണ് ചെവിക്കുട ചെയ്യുന്ന ധർമ്മം. ഈ ശബ്ദം ചെവിക്കുള്ളിലെ പല ഭാഗങ്ങളിലൂടെ കടന്നുപോയി തലച്ചോറിൽ എത്തുമ്പോഴാണ് ശബ്ദം തിരിച്ചറിയുന്നത്. സത്യത്തിൽ നമ്മൾ ശബ്ദം തിരിച്ചറിയുന്നത് ഇവിടെ തട്ടുന്നത് കൊണ്ടൊന്നല്ല. ശബ്ദം ഇവിടെ തട്ടി അകത്തേക്ക് പോയി അത് തലച്ചോറിലേക്ക് എത്തി വേണ്ട പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ കേൾക്കുന്നത്. സോ ഇതാണ് ചെവിയുടെ ഉൾഭാഗം. കണ്ടില്ലേ? ചെവിക്കുടയും പിന്നെ അകത്തേക്കുള്ള ഭാഗങ്ങൾ ഇവയൊക്കെ നമ്മൾ പഠിക്കും. ചില വസ്തുക്കൾ അലക്ഷ്യമായി ചെവിക്കുള്ളിൽ ഇട്ട് തിരിക്കുന്ന ആളുകളെ കണ്ടിട്ടില്ല അല്ലേ? കീ ചെയിനും അല്ലെങ്കിൽ ചെറിയ സേഫ്റ്റി പിന്നൊക്കെ ചെവിയിലിടുന്ന ആളുകൾ. ഇത് ചെവിക്ക് ദോഷകരമായിരിക്കും കേട്ടോ. ചെവിക്കുള്ളിൽ കൂർത്ത വസ്തുക്കൾ ഇടരുത്. വലിയ ശബ്ദങ്ങൾ തുടർച്ചയായി കേൾക്കരുത്. അപ്പോൾ ഇയർഫോണൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ഹൈ വോളിയത്തിലൊന്നും ഇടാൻ പാടില്ല. ചെവിയിൽ വെള്ളമോ മറ്റു ദ്രാവങ്ങളോ ഒഴിക്കരുത്. ചെവിക്ക് ആഘാതം ഏൽപ്പിക്കരുത്. ഇതൊക്കെ ഒരു മുൻകരുതലായിട്ട് പറയുന്നേ ഉള്ളൂ. നമുക്ക് PSCയുടെ ആസ്പെക്റ്റിൽ ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പല കാരണങ്ങൾ കൊണ്ട് മനുഷ്യൻ്റെ കേൾവി ശക്തി നഷ്ടപ്പെടാറുണ്ട്. കേൾവിയില്ലാത്ത ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വിവരിക്കാനാവില്ല അല്ലെ? കേൾവിയില്ലെങ്കിൽ അത് വളരെ വലിയൊരു പ്രശ്നമാണ്. ഇവർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ശ്രവണ സഹായി. അപ്പോൾ കേൾവി പരിമിതിയുള്ള ആളുകൾ ഉപയോഗിക്കുന്നത് ശ്രവണ സഹായി, ഹിയറിംഗ് എയ്ഡ് എന്ന് പറയും. ഇവയിൽ ശബ്ദം വ്യക്തമായി കേൾപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട്. വിവിധ ഇനം ശ്രവണ സഹായികൾ താഴെ ചിത്രത്തിലുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് പാമ്പിനെ കുറിച്ചുള്ള ഒരു ഫാക്റ്റ് പഠിക്കാം. പാമ്പുകൾക്ക് ബാഹ്യകർണമില്ല, അഥവാ പുറമേ നോക്കുമ്പോൾ ചെവിയില്ല. എന്നാലും അവർക്ക് ആന്തരകർണം ഉപയോഗിച്ച് തറയിലുണ്ടാകുന്ന നേരിയ ചലനങ്ങൾ പോലും തിരിച്ചറിയാൻ അവയ്ക്ക് സാധിക്കുന്നു. അപ്പോൾ അവയുടെ ഇൻബിൽറ്റ് ആയിട്ട് അവിടെ ഉള്ളിൽ ഒരു ആന്തരകർണമുണ്ട്. അത് ഉപയോഗിച്ച് മൈന്യൂട്ടായിട്ടുള്ള അനക്കങ്ങൾ പോലും അറിയാൻ കഴിയുന്നു. അതായത് പാമ്പുകൾക്ക് വായുവിലൂടെ വരുന്ന ശബ്ദം കേൾക്കാൻ കഴിയില്ലെങ്കിലും പ്രതലത്തിലൂടെ വരുന്ന ശബ്ദം തിരിച്ചറിയാൻ കഴിയുന്നു. അപ്പോൾ പുറമെ മുകളിൽ നിന്ന് വരുന്ന ശബ്ദമൊന്നും തിരിച്ചറിയാൻ കഴിയില്ല. പക്ഷേ നിലത്ത് കൂടിയുള്ള പ്രതലത്തിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നു. ഇതാണ് വ്യത്യസ്ത തരത്തിലുള്ള ഹിയറിംഗ് എയ്ഡ്. ഇന്ന് പല രീതിയിലുണ്ട്. കണ്ടില്ലേ? ചെറിയ ചെവിയിൽ വെച്ചാൽ തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള നാനോ ടൈപ്പ് ഹിയറിംഗ് എയ്ഡ് വരെ ഇന്ന് നിലവിൽ ലഭ്യമാണ്. ചെവിയെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി പോവാം. ഇനി മണം അറിയാൻ. അകത്തറുത്താൽ പുറത്തറിയും. ഒരു കടങ്കഥയാണ് ചക്കയെക്കുറിച്ച് അല്ലേ? ചക്ക അറുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മണം പുറത്തേക്ക് വരും.
അപ്പോൾ പഴുത്ത ചക്ക മുറിച്ചാൽ എങ്ങനെയാണ് മറ്റുള്ളവർ അറിയുന്നത്? അതിനെ സഹായിക്കുന്നത് നമ്മുടെ മൂക്കാണ് അല്ലേ. മണമറിയാൻ സഹായിക്കുന്ന അവയവമാണ് മൂക്ക്. താഴെ പറയുന്ന വസ്തുക്കൾ മേശപ്പുറത്ത് ഒരുക്കി വെക്കൂ എന്നൊക്കെ പറഞ്ഞ് മണമുള്ള കുറേ വസ്തുക്കളുടെ ലിസ്റ്റൊക്കെ തന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഘ്രാണശക്തിയിലെ വമ്പന്മാർ. അപ്പോൾ ഈ മണമറിയുന്നത് മൂലം പ്രശസ്തരായ കുറച്ച് ജീവജാലങ്ങളുണ്ട്. സ്രാവുകളാണ് ഘ്രാണശക്തിയുടെ കാര്യത്തിൽ വമ്പന്മാർ. അപ്പോൾ സ്രാവുകളാണ് ഇതിൽ ഏറ്റവും ടോപ്പ് വരുന്നത്. കടലിൽ വളരെ അകലെ രക്തം വീണാൽ പോലും മണത്തറിയാൻ ഇവയ്ക്ക് കഴിയും. പല നോവലുകളിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ട്, ഒരു തുള്ളി ബ്ലഡ് വീഴുമ്പോൾ തന്നെ സ്രാവുകൾ ഓടിയെത്തും. മണത്തറിയാനുള്ള കഴിവ് ഏറെയുള്ള മറ്റൊരു ജീവിയാണ് നായ. നായകൾ അവ സഞ്ചരിക്കുന്ന വഴിയിൽ ഇടയ്ക്കിടെ മൂത്രമടിക്കുന്നത് കണ്ടിട്ടില്ലേ? തിരിച്ചു വരാനുള്ള വഴി മണത്തറിയുന്നതിന് വേണ്ടിയാണ്. ഇത് നമുക്കറിയുന്ന ഒരു ഫാക്റ്റാണ് അല്ലേ. നായയ്ക്ക് മണം പിടിക്കാനുള്ള കഴിവ് വളരെ കൂടുതലുള്ളത് കൊണ്ടാണ് കുറ്റാന്വേഷണ രംഗത്ത് ഇവയെ ഉപയോഗപ്പെടുത്തുന്നത്. ഇതേപോലെ പാമ്പുകൾ ഇടയ്ക്കിടെ നാവ് പുറത്തിടുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം നാക്ക് ഉപയോഗിച്ചാണ് പാമ്പുകൾ ഗന്ധം അറിയുന്നത്. അപ്പോൾ കേൾവി ശക്തിയുടെ കാര്യത്തിലും അതേപോലെ ഗന്ധം തിരിച്ചറിയുന്നതിൻ്റെ കാര്യത്തിലും പാമ്പ് സ്പെഷ്യലാണ് എന്ന് പഠിക്കാം. ദെൻ രുചിയുടെ ലോകം. നമുക്കിഷ്ടപ്പെട്ട ആഹാരം ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടാണ് ടോപ്പിക്കിലേക്ക് വരുന്നത്. ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടുന്നതിനുള്ള മുഖ്യ കാരണം രുചിയാണ് അല്ലേ. അപ്പോൾ രുചി അറിയുന്ന അവയവം, തിരിച്ചറിയുന്ന അവയവം നാക്കാണ്. നാക്ക് എങ്ങനെ രുചി തിരിച്ചറിയുന്നു? ഭക്ഷണം ഉമിനീരിൽ അലിഞ്ഞ് നാക്കിലുള്ള രസമുകുളങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. അപ്പോൾ നാക്കിൽ രസമുകുളങ്ങളുണ്ട്. ഇവിടെ കണ്ടിട്ടില്ലേ? ഈ കാണുന്നതൊക്കെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് രസമുകുളങ്ങൾ എന്ന് പറയുന്നത്. ഈ രസമുകുളങ്ങളിൽ നമ്മുടെ ഭക്ഷണം നമ്മുടെ ഉമിനീരിൽ അലിഞ്ഞ് ടച്ച് ചെയ്യുമ്പോൾ, രസമുകുളങ്ങളിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ഉത്തേജനം കിട്ടുന്നു. ഈ ഉത്തേജനം അഥവാ ഈ സ്റ്റിമുലസ് സന്ദേശങ്ങളായിട്ട് നാഡികൾ വഴി തലച്ചോറിൽ എത്തുമ്പോൾ നാം രുചി അറിയുന്നു. അപ്പോൾ രുചി അറിയുന്നത് രസമുകുളങ്ങൾ വഴിയാണ്. ആഹാരത്തിലെ ഉപ്പ്, പുളി, മധുരം, കയ്പ് എന്നിവ അറിയുന്നത് നാവിലെ രസമുകുളങ്ങളുടെ സഹായത്തിലാണ്. അപ്പോൾ ഇത് നശിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ രുചി അറിയില്ല. വിവിധ രസമുകുളങ്ങൾ നാവിൻ്റെ ഏതെല്ലാം ഭാഗത്തുണ്ടെന്ന് ചിത്രത്തിൻ്റെ സഹായത്തോടു കൂടി നോക്കാനാണ്. അപ്പോൾ പുളി സൈഡിലാണ് വരുന്നത്, കയ്പ് ഏറ്റവും പുറകിലാണ് കയ്പ്. രണ്ട് വശങ്ങളിലും പുളിയുണ്ട്. നാവിൻ്റെ തുമ്പ് രണ്ട് അറ്റങ്ങളിലായിട്ട് ഉപ്പുണ്ട്. മധുരമാണ് ഏറ്റവും മുൻഭാഗത്തുള്ളത്. അപ്പോൾ ഈ ഓർഡർ പഠിച്ചു വെക്കുക. ഏറ്റവും മുൻഭാഗത്ത് മധുരം, ദെൻ കുറച്ച് പിന്നിലായിട്ട് രണ്ട് ഭാഗത്തും ഉപ്പ്, അതിന് പിന്നിൽ പുളി, ഏറ്റവും പുറകിൽ കയ്പ്. അപ്പോൾ കയ്പുള്ള ഗുളികകൾ നാവിൻ്റെ ഏത് ഭാഗത്ത് വെച്ച് കഴിക്കുന്നതാണ് നല്ലത്? അറ്റത്ത് വെച്ച് കഴിക്കുന്നതാണ് നല്ലത്. ഇനി കയ്പാണ് പെട്ടെന്ന് ഇറങ്ങി പോകട്ടെ എന്ന് കരുതി ചിലർ കറക്റ്റ് എടുത്ത് പുറകിൽ വെക്കും. അപ്പോൾ തന്നെ നമുക്ക് കയ്പ് നന്നായിട്ട് കിട്ടും. ദെൻ തൊട്ടറിയാം. ഒരു ഉറുമ്പ് ശരീരത്തിലൂടെ നടക്കുമ്പോഴും ചൂട് ചായ കുടിക്കുമ്പോഴെല്ലാം നമ്മൾ അറിയുന്നില്ലേ? എന്താണ് ഇതിൻ്റെ കാരണം? സ്പർശം അറിയുന്നത് ത്വക്ക് മുഖേനയാണ്, അഥവാ തൊലി. ത്വക്ക് നമ്മുടെ ശരീരത്തെ മുഴുവൻ പൊതിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എല്ലാ സ്ഥലങ്ങളിലും തൊലിയുണ്ട്. അതുകൊണ്ടാണ് നമുക്കെല്ലാം തിരിച്ചറിയാൻ കഴിയുന്നത്. അപ്പോൾ സ്പർശനത്തിലൂടെ നമുക്ക് എന്തെല്ലാം തിരിച്ചറിയാൻ കഴിയുന്നു? ചൂട്, തണുപ്പ്, മിനുസം, ആകൃതി, വലുപ്പം, മാർദ്ദവം, കാഠിന്യം, ഇതൊക്കെ തിരിച്ചറിയാൻ കഴിയുന്നു അല്ലേ. അപ്പോൾ ത്വക്കിനെ സംരക്ഷിക്കാൻ എന്തൊക്കെയൊക്കെ ചെയ്യാം? കുളിക്കുമ്പോൾ നന്നായിട്ട് ത്വക്ക് വൃത്തിയാക്കുക. അമിതമായ ചൂട്, തണുപ്പ് എന്നിവയിൽ നിന്ന് ത്വക്കിനെ സംരക്ഷിക്കുക. ദെൻ സ്പർശം അറിയാൻ ത്വക്കിന് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ മുറിവുണ്ടായാലൊന്നും നമ്മൾ അറിയില്ല അല്ലേ. ഇനി നാം വസ്തുക്കളെ വിരലുകൾ ഉപയോഗിച്ച് തൊട്ട് നോക്കുന്നത് എന്തുകൊണ്ടാണ്? സ്പർശന ശക്തി ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെയല്ല. നമ്മളെല്ലാം ഒന്ന് തൊട്ടാണ് മനസ്സിലാക്കുന്നത്. അതിന് കാരണം എല്ലാ ഭാഗത്തും ഒരേപോലെയല്ല. വിരൽ തുമ്പുകൾ, കവിൾ, ചുണ്ടുകൾ എന്നീ ഭാഗങ്ങൾക്കാണ് അധിക സ്പർശന ശേഷിയുള്ളത്. അപ്പോൾ സ്പർശന ശേഷി കൂടുതലുള്ളത് വിരൽ തുമ്പ്, കവിള്, ചുണ്ട്. വിവിധ അവയവങ്ങൾ നൽകുന്ന അറിവുകൾ നാം മനസ്സിലാക്കിയല്ലോ. ഇനി ചിത്രം നോക്കി പൂർത്തിയാക്കാനൊക്കെ പറഞ്ഞ് കുട്ടികളോടുള്ള ആക്ടിവിറ്റിയാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നമുക്ക് അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. സോ സെൻസ് ഓർഗൻസ്. അപ്പോൾ നമുക്ക് ചുരുക്കാം. സെൻസ് ഓർഗൻസ്, ജ്ഞാനേന്ദ്രിയങ്ങൾ. എല്ലാ ജീവികളും ചുറ്റുപാടിൽ നിന്ന് നിരവധി അറിവുകൾ ശേഖരിക്കുന്നുണ്ട്. ഇര തേടാനും, ഇണയെ കണ്ടെത്താനും, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും, ചുറ്റുപാടിലെ മാറ്റങ്ങൾ തിരിച്ചറിയാനും ഈ അറിവുകൾ പ്രയോജനപ്പെടുത്തുന്നു. ഇതിനായി എല്ലാ ജീവികളിലും ചില ഇന്ദ്രിയങ്ങളുണ്ട്. മനുഷ്യന് കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിങ്ങനെ 5 ഇന്ദ്രിയങ്ങളാണുള്ളത്. അപ്പോൾ മനുഷ്യർക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ട്. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്. നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് അറിവ് തരുന്ന ഈ അവയവങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ എന്നൊക്കെ പറയും. ഇനി ഇന്ദ്രിയങ്ങളെല്ലാം നമ്മൾ നന്നായിട്ട് വൃത്തിയോടുകൂടി സൂക്ഷിക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഈ ലിസ്റ്റൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല കേട്ടോ.
നിങ്ങളുടെ സമയം ഞാൻ വെറുതെ കളയുന്നില്ല. ദെൻ സ്നെല്ലൺ ചാർട്ട്, PSC എപ്പോഴും ചോദിക്കുന്ന ഒരു സാധനമാണ് സ്നെല്ലൺ ചാർട്ട്. ഇവിടെ കണ്ടില്ലേ, കാഴ്ച പരിശോധിക്കുന്ന സമയത്ത് ഇവിടെ മലയാളം ആയതുകൊണ്ടാണ് ചില ആളുകൾക്ക് ഇതെന്താണെന്ന് ആദ്യം മനസ്സിലാവാത്തത്. നമ്മൾ അല്ലാതെ ഐ ക്ലിനിക്കിലേക്ക് പോകുന്ന സമയത്ത് അവിടെ കാണിക്കും, ഒഫ്താൽമോളജിയിലേക്ക് പോകുന്ന സമയത്ത് DH എന്നൊക്കെ പറഞ്ഞ് പല വലുപ്പത്തിൽ അക്ഷരങ്ങൾ കാണിച്ചു തരും. ഇതാണ് സ്നെല്ലൺ ചാർട്ട്. സ്നെല്ലൺ ചാർട്ടിൽ അക്ഷരങ്ങളോ അക്കങ്ങളോ ചിഹ്നങ്ങളോ വ്യത്യസ്ത വലുപ്പത്തിൽ 7 വരികളായിട്ട്, എത്ര വരികളാണ്? 7 വരികളായിട്ട് രേഖപ്പെടുത്തുന്നു. മുകളിൽ നിന്ന് താഴോട്ട് എത്ര വരികൾ ശരിയായി വായിക്കാൻ കഴിയുന്നുണ്ട് എന്ന് പരിശോധിച്ചാണ് കാഴ്ചശക്തി പ്രാഥമികമായിട്ട് അളക്കുന്നത്. അപ്പോൾ ഇത് വലുതെല്ലാവർക്കും കഴിയും. അപ്പോൾ ഇതിൽ നിന്നും എത്ര വരികൾ കൃത്യമായിട്ട് വായിക്കാൻ കഴിയുന്നു എന്ന അടിസ്ഥാനത്തിലാണ് അല്ലേ. ഇതിൻ്റെ വലിപ്പം അനുസരിച്ച് ചില ആളുകൾക്ക് ഇതുവരെ വായിക്കാൻ കഴിയും, അപ്പോൾ ഇത്രയും ചെറിയ അക്ഷരങ്ങൾ മുതൽ അവർക്ക് വായിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ അനുമാനിക്കും. സ്കൂളിൽ സ്നെല്ലൺ ചാർട്ട് ഉണ്ട് അല്ലേ, അത് ഉപയോഗിച്ച് കാഴ്ചശക്തി പരിശോധിക്കൂ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സോ വളരെ സിമ്പിളായിട്ടുള്ളൊരു പാഠം. എന്നാൽ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിനകത്ത് നിന്ന് പുതുതായിട്ട് പഠിച്ചിട്ടുണ്ടാവും. നമ്മളിന്ന് പഠിച്ച കാര്യങ്ങൾ: ചുറ്റുപാടുകളിൽ നിന്ന് വിവിധ അറിവുകൾ നേടിത്തരുന്നത് ജ്ഞാനേന്ദ്രിയങ്ങളാണെന്ന് തിരിച്ചറിയുന്നു. ജ്ഞാനേന്ദ്രിയങ്ങളുടെ ധർമ്മങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി. ജ്ഞാനേന്ദ്രിയങ്ങൾ, ശുചിത്വം, സംരക്ഷണം എന്നിവ പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലായി. ദെൻ കാഴ്ചാപരിമിതി, കേൾവി പരിമിതി അനുഭവിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലായി. സോ ഈ ഒരു കുഞ്ഞു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഞാനിവിടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും വിജയാശംസകൾ.